കഴിഞ്ഞ ദിവസമാണ് ടെലിപ്രോംപ്റ്റർ ഇന്ത്യൻ വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിലൂടെ ടെലിപ്രോംപ്റ്ററെക്കുറിച്ചും അത് എന്തിനു ഉപയോഗിക്കുന്നു എന്നും അത് ഉപയോഗിക്കുന്ന ലോക നേതാക്കളെക്കുറിച്ചുമൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. ടെലിപ്രോംപ്റ്റേഴ്സ് എന്നത് പൊതുവെ ഒരു ഡിസ്പ്ലേ ഡിവൈസ് ആണെന്ന് പറയാം. അതായത് പ്രസംഗിക്കുന്ന ആൾക്ക് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന മോണിറ്റർ നോക്കിക്കൊണ്ട് പ്രസംഗം നടത്താനുള്ള ഒരു വഴി ഇതിലൂടെ ഉണ്ടാവുന്നു. നോട്ട് എഴുതിയതാണെങ്കിൽ താഴോട്ട് നോക്കണം എന്നൊക്കെയുള്ള പരിമിതികളുള്ളപ്പോൾ രണ്ട് സൈഡിലുമായി സ്ഥാപിക്കുന്ന ടെലിപ്രോംപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് പ്രസംഗം കൂടുതൽ മികച്ചതായി അവതരിപ്പിക്കാനുള്ള അവസരം ടെലിപ്രോംപ്റ്റർ നൽകുകയാണ്. ഇത്തരത്തിലുള്ള ടെലിപ്രോംപ്റ്ററിന് 70 വർഷത്തിലധികം കാലത്തെ ചരിത്രമുണ്ട് എന്നതാണ് വസ്തുത. ഒപ്പം തന്നെ ഇന്നിത് രാഷ്ട്രീയക്കാരാണ് കൂടുതലും ഉപയോഗിക്കുന്നത് എങ്കിലും ഇതിൻ്റെ തുടക്കമുണ്ടാവുന്നത് നടീനടന്മാരും വാർത്ത വായിക്കുന്നവരും സ്റ്റേജ് ആർട്ടിസ്റ്റുകളും ഒക്കെ ഉപയോഗിച്ചതിലൂടെയാണ്. കാരണം ഇവർക്ക് വളരെ വലിയ അളവിലുള്ള കാര്യങ്ങൾ ഒരൊറ്റ സമയത്ത് തന്നെ ബ്രേക്ക് ഇല്ലാതെ അവതരിപ്പിക്കേണ്ടി വരുമല്ലോ. ആ സമയത്ത് വാക്കുകൾ പൂർണ്ണമായും മനഃപ്പാഠമാക്കാതെ ടെലിപ്രോംപ്റ്ററുടെ സഹായത്തോടെ ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിക്കാനും കഴിയും. അപ്രകാരമുള്ള ടെലിപ്രോംപ്റ്ററിൻ്റെ പാറ്റന്റ് ലഭിച്ചിരിക്കുന്നത് ജസ് ഓപ്പൻഹാമറിൻ്റെ കയ്യിലാണ്. ഇദ്ദേഹത്തിൻ്റെ TV ഷോകളിലാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് ഇത് രാഷ്ട്രീയ മേഖലയിലേക്ക് കടന്നു വരുന്നത് 1950കളിൽ അമേരിക്കൻ പ്രസിഡന്റായ ഹെർബർട്ട് ഹൂവർ ഉപയോഗിക്കുന്നതിലൂടെയാണ്. അതിനപ്പുറം ടെലിപ്രോംപ്റ്റർ എന്നത് ഒരു നിത്യ കാഴ്ചയായി മാറി. സാങ്കേതികവിദ്യ വികസിച്ചതിനനുസരിച്ച് ടെലിപ്രോംപ്റ്ററും വികസിച്ചു. ഇന്നത്തെ ടെലിപ്രോംപ്റ്ററുകൾ എന്നാൽ വളരെ നേർത്ത ഗ്ലാസ് സ്ക്രീനുകളാണ്. കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുന്ന ഇവ സ്പീക്കറുടെ സംസാര വേഗതയ്ക്കനുസരിച്ച് എഴുത്തുകൾ സ്ക്രോൾ ചെയ്യും. എപ്പോഴും ടെലിപ്രോംപ്റ്റർ പ്രാസംഗികൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് വയ്ക്കുക. അതുകൊണ്ട് തന്നെ പ്രാസംഗികൻ പലപ്പോഴും ഇരുവശങ്ങളിലേക്കും നോക്കുന്നതായി നമുക്ക് തോന്നും. സ്ക്രീനുകൾ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ പ്രാസംഗികൻ ഓഡിയൻസിനെ നോക്കുന്നതായും അവിടെ തോന്നും. ഏതായാലും ടെലിപ്രോംപ്റ്ററിൻ്റെ ഉപയോഗം പ്രസംഗത്തിൻ്റെ സ്വതസിദ്ധ ശൈലിയെയും വേഗതയെയും അയാളുടെ കഴിവിനെയും ഒക്കെ ഇല്ലാതാക്കുന്നു എന്നതാണ് ഇതിനെ എതിർക്കുന്നവരുടെ പ്രധാനപ്പെട്ട ആരോപണം. എന്നാൽ തിരിച്ച് പ്രസംഗം തയ്യാറാക്കുന്നതിലൂടെ ഇത്ര സമയം തിരിച്ചുള്ള ആവശ്യമുള്ളത് മാത്രം എഴുതിയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രസംഗമായിരിക്കും ടെലിപ്രോംപ്റ്ററിൻ്റെ സഹായത്തോടെ ഉണ്ടാവുക എന്നതുമാണ്. ടെലിപ്രോംപ്റ്ററുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ തന്നെയാണ്. ഇതുവരെയും ടെലിപ്രോംപ്റ്ററുകളുടെ ഉപയോഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ സാധാ മേഖലകളിലോ അത്ര സാധാരണമായിട്ടില്ല. ലോകവേദികളിൽ പലരും ടെലിപ്രോംപ്റ്ററുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അമേരിക്കൻ പ്രസിഡന്റുമാർ തീർച്ചയായും എല്ലാ വേദികളിലും ടെലിപ്രോംപ്റ്ററുകൾ ഉപയോഗിക്കാറുണ്ട്. എന്ന് മാത്രമല്ല ഇത്തരം പ്രസംഗങ്ങൾ എഴുതാനായി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടീമും അവർക്കൊപ്പം ഉണ്ടാവും. അപ്രകാരം വിഷയങ്ങൾക്കായി ദിവസങ്ങൾ എടുത്ത് തയ്യാറാക്കുന്ന പ്രസംഗങ്ങളാവും അവർ അവിടെ അവതരിപ്പിക്കപ്പെടുക. ഇതിൽ എടുത്തു പറയാവുന്ന ഒരു പേര് മുൻ അമേരിക്കൻ പ്രസിഡന്റായ ബിൽ ക്ലിൻ്റൻ്റേതാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയനായ ഒരു പ്രാസംഗികനാണ് ഇദ്ദേഹം. എല്ലാ വിഷയത്തിലും നല്ല അറിവുമുള്ള ഒരാൾ. ഒരു പ്രസംഗത്തിനാവശ്യമായ ഐഡിയകൾ ഇദ്ദേഹം സ്വയം നൽകുകയും തുടർന്ന് റൈറ്റേഴ്സ് അത് നിർമ്മിക്കുകയും ചെയ്തു. തുടർന്ന് വന്ന ബരാക് ഒബാമയാകട്ടെ മറ്റുള്ളവരാകട്ടെ ഒക്കെ ഇതുപോലെ തന്നെയാണ്. ഒപ്പം ബിൽ ക്ലിൻ്റനെ പോലുള്ള ഒരാളെ വേറിട്ട് നിർത്തുന്നത് മറ്റൊരു കാര്യമാണ്. അദ്ദേഹം ഓരോ പ്രസംഗത്തിന് മുൻപും അതുമായി ബന്ധപ്പെട്ട മറ്റ് ചരിത്രങ്ങൾ തേടുകയും പഠിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രസംഗത്തിനിടെ അത് വളരെ വ്യക്തമായി ദൃശ്യമാവുകയും ചെയ്യും. അതായത് ടെലിപ്രോംപ്റ്റർ എന്നത് പ്രസംഗത്തിനിടെ സഹായകമാവുന്ന ഒരു ഉപകരണം മാത്രമാണ്. നിർണായക വേദികളിൽ തെറ്റാതെ ചട്ടക്കൂടുകളിൽ നിന്ന് വ്യതിചലിക്കാതെ പോയിന്റുകൾ മാത്രം അക്കമിട്ട് നിരത്തുന്നതിനാവശ്യമായ നിർണായകമായ ഒരു ഉപകരണം. അല്ലാതെ ടെലിപ്രോംപ്റ്റർ പ്രസംഗം നടത്തും എന്നതല്ല. ടെലിപ്രോംപ്റ്റർ ചേർത്ത് വെച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ വിഷയത്തിൽ മാത്രം അധിഷ്ഠിതമായ മികച്ച പ്രസംഗങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഉപകരണം അത്രമാത്രം.